എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മൂഡ് ഓഫ് ദ സില്ലജിസം ആണ്. ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സില്ലജിസം ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂഡ് ഓഫ് ദ സില്ലജിസം ആണ്. മൂഡ് ഓഫ് ദ സില്ലജിസം. അപ്പൊ എന്താണ് സില്ലജിസം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സില്ലജിസത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞായിരുന്നു. സില്ലജിസത്തിൽ എന്തുണ്ടായിരിക്കും? മിഡിൽ ടേം ഉണ്ടായിരിക്കും. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ രണ്ട് പ്രമിസസിലും കോമൺ ആയിട്ട് കാണുന്ന ടേമിനെയാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് പ്രമിസസിലും കോമൺ ആയിട്ട് കാണുന്ന ടേം ഏതാണ്? പ്രൊഫസേഴ്സ് ആണ്. കണ്ടോ, ആദ്യത്തെ രണ്ട് പ്രമിസസിലും കോമൺ ആയിട്ടുള്ള ടേം മിഡിൽ ടേം ആണ്. മിഡിൽ ടേം എവിടെ ഉണ്ടായിരിക്കില്ല? മിഡിൽ ടേം കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ പ്രൊഫസേഴ്സ് എന്ന് പറയുന്ന ടേം എവിടെ ഇല്ല? കൺക്ലൂഷനിൽ ഇല്ല. പിന്നെ നമ്മൾ മേജർ ടേം പറഞ്ഞു. മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് മാത്രമല്ല, പിന്നെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ആദ്യത്തെ പ്രമിസിലും നമുക്ക് നമുക്ക് മേജർ ടേമിനെ കാണാൻ പറ്റും. അപ്പൊ മേജർ ടേം എവിടെയൊക്കെ ഉണ്ട്? മേജർ ടേം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും ഉണ്ട്. പിന്നെ എവിടെ ഉണ്ടായിരിക്കും? ആദ്യത്തെ പ്രമിസിലും ഉണ്ടായിരിക്കും. ആദ്യത്തെ പ്രമിസില് മേജർ ടേം ഉള്ളതുകൊണ്ട് ആദ്യത്തെ പ്രമിസിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? മേജർ പ്രമിസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ടേം എന്ന് പറയുന്നത് എന്താണ്? മൈനർ ടേം ആണ്. മൈനർ ടേം എവിടെയാണ് കാണുന്നത്? മൈനർ ടേം കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയിട്ട് കാണും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രമിസിലും കാണാൻ, ഒന്നുകിൽ രണ്ടാമത്തെ പ്രമിസിൽ സബ്ജക്റ്റ് ആയിട്ട് കാണും, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് കാണും. ഇപ്പൊ മൈനർ ടേം രണ്ടാമത്തെ പ്രമിസിൽ ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ പ്രമിസിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? മൈനർ പ്രമിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചറിൽ പറഞ്ഞത്. ഇനി നോക്കിയേ, മൂഡ് ഓഫ് ദ സില്ലജിസം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമുക്കറിയാം, ഒരു സില്ലജിസത്തിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. 3 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് പ്രമിസസും കൺക്ലൂഷൻ അല്ലെ? അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് ടൈപ്പ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണെന്ന് നോക്കുക. അപ്പൊ ആദ്യത്തെ പ്രമിസ് എന്താണ്? നോ പൊളിറ്റീഷ്യൻസ് ആർ പ്രൊഫസേഴ്സ് ആണ്. നോ പൊളിറ്റീഷ്യൻസ് ആർ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് അല്ലെ? യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഈ പ്രപ്പോസിഷൻ എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ പ്രപ്പോസിഷൻ എന്ന് പറയാം. രണ്ടാമത്തെ പ്രപ്പോസിഷൻ നോക്കിയേ, സം ഡോക്ടേഴ്സ് ആർ പ്രൊഫസേഴ്സ് എന്നാണ് പറയുന്നത്. സം ഡോക്ടേഴ്സ് ആർ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഐ പ്രപ്പോസിഷൻ എന്ന് പറയാം. മൂന്നാമത്തെ കൺക്ലൂഷൻ എന്ത് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ ആണ്? മൂന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് അല്ലെ? സം ഡോക്ടേഴ്സ് ആർ നോട്ട് പൊളിറ്റീഷ്യൻസ്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓ പ്രപ്പോസിഷൻ എന്ന് പറയാം. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. എ പ്രപ്പോസിഷൻ ഉണ്ട്, ഇ പ്രപ്പോസിഷൻ ഉണ്ട്, ഐ പ്രപ്പോസിഷൻ ഉണ്ട്, ഓ പ്രപ്പോസിഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളൊരു സില്ലജിസത്തില് നമ്മൾ മൂഡ് എഴുതുമ്പോൾ നമുക്ക് 3 ലെറ്റേഴ്സ് നമുക്ക് കിട്ടും. ഈ 3 ലെറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സില്ലജിസത്തിന്റെ മൂഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂഡ് ഓഫ് ദ സില്ലജിസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിൽ പറയുന്ന സില്ലജിസത്തിന്റെ മൂഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഇ ഐ ഒ എന്ന് എഴുതാം. എളുപ്പമല്ലേ? ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നതാണ് മൂഡ് ഓഫ് ദ സില്ലജിസം. മൂഡും ഫിഗറും ഒന്നിച്ചിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഒന്നുകിൽ മൂഡും ഫിഗറും ഒന്നിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതായത് മൂഡും ഫിഗറും ഒരു സില്ലജിസം തന്നിട്ട് ഇതിന്റെ മൂഡ് ആൻഡ് ഫിഗർ എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ മൂഡ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ആ ഒരു സില്ലജിസത്തിലെ എന്ത് ടൈപ്പ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പം അതിനെയാണ് ആ ഒരു സില്ലജിസത്തിന്റെ മൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പ്രമിസ് എന്താണെന്ന് എഴുതുക, എന്ത് ടൈപ്പ് ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണെന്ന് എഴുതുക. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സില്ലജിസത്തിന്റെ ആദ്യത്തെ പ്രമിസ് അഥവാ മേജർ പ്രമിസ് ഈ പ്രപ്പോസിഷൻ ആണ്. രണ്ടാമത്തെ മൈനർ പ്രമിസ് എന്താണ്? ഐ പ്രപ്പോസിഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓ പ്രപ്പോസിഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മൂഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇ ഐ ഒ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിഗർ ആണ്. ഫിഗർ ഓഫ് ദ സില്ലജിസം ആണ്. അപ്പൊ ഒരു സില്ലജിസത്തിന്റെ ഫിഗർ നമ്മൾ പറയുന്നത് മിഡിൽ ടേമിന്റെ പൊസിഷൻ വെച്ചിട്ടായിരിക്കും. മിഡിൽ ടേമിന്റെ പൊസിഷൻസ് വെച്ചിട്ട് നമുക്ക് 4 ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഫിഗർ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഫിഗറും മൂഡും കൂടെ ചേർന്നിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫിഗറിന്റെ മിഡിൽ ടേമിന്റെ പൊസിഷൻ നോക്കിയേ,
ആദ്യത്തെ പ്രമിസിന്റെ സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം കാണുന്നു, രണ്ടാമത്തെ പ്രമിസിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് മിഡിൽ ടേം കാണുന്നു. അപ്പൊ മിഡിൽ ടേമിന്റെ പൊസിഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സില്ലജിസത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗർ ആണ്. എന്താണ്? ഒരു സില്ലജിസത്തില് ആദ്യത്തെ പ്രമിസിൽ, ആദ്യത്തെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം വരുന്നു, രണ്ടാമത്തെ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് മിഡിൽ ടേം വരുവാണെങ്കിൽ ആ ഫിഗറിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫിഗർ എങ്ങനെയാണ്? സെക്കൻഡ് ഫിഗർ ഇത് കാണാണ്ട് ഓടിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിന്റെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട്, സിലജിസത്തിന്റെ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാണാത്തവരതൊന്ന് കാണുക. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് ഫിഗർ ആണ്. സെക്കൻഡ് ഫിഗർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെയും പ്രെഡിക്കേറ്റ് ആയിട്ട് മിഡിൽ ടേം വരികയാണെങ്കിൽ ആ ഫിഗർ സെക്കൻഡ് ഫിഗർ ആയിരിക്കും. ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെയും പ്രെഡിക്കേറ്റ് ആയിട്ട് മിഡിൽ ടേം വരുവാണെങ്കിൽ അത് സെക്കൻഡ് ഫിഗർ ആണ്. നമ്മൾ നേരത്തെ നോക്കിയ സിലജിസം നോക്കിയേ, നേരത്തെ നോക്കി ഈ ഒരു സിലജിസത്തിന്റെ മിഡിൽ ടേം എവിടെയാണ് കാണുന്നത്? ഈ സിലജിസത്തിന്റെ മിഡിൽ ടേം പ്രെഡിക്കേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു സിലജിസത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഫിഗർ ആണ്. അപ്പം നെറ്റ് എക്സാമിന് ചോദിക്കും, ഇങ്ങനെ ഒരു സിലജിസം തന്നിട്ട് ഓപ്ഷനിൽ ചിലപ്പം മൂഡ് സെയിം ആയിരിക്കും, EIO എന്ന് തന്നെ ആയിരിക്കും കൊടുക്കുക. എന്നിട്ട് 1 കാണും, 2 കാണും, 3 കാണും, 4 കാണും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എഴുതാം. അപ്പൊ ഇതിന്റെ ഫിഗർ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. പൊസിഷൻ എവിടെയാണ്? രണ്ട് പ്രെമിസസിന്റെ പ്രെഡിക്കേറ്റിൽ നമ്മൾ മിഡിൽ ടേം കാണുന്നു. അപ്പൊ എന്ത് ഫിഗർ ആണ്? സെക്കൻഡ് ഫിഗർ ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? EIO 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? മിഡിൽ ടേം ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെയും പ്രെഡിക്കേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് സെക്കൻഡ് ഫിഗർ ആണ്. തേർഡ് ഫിഗർ നോക്കിയേ. തേർഡ് ഫിഗർ നോക്കിയേ. ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെയും സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം വരുവാണെങ്കിൽ, ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെയും സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം വരുവാണെങ്കിൽ അത് തേർഡ് ഫിഗർ ആണ്. ഫോർത്ത് ഫിഗർ നോക്കിയേ. ആദ്യത്തെ പ്രെമിസിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രെമിസിന്റെ സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം വരികയാണെങ്കിൽ അതെന്ത് ഫിഗർ ആണ്? ഫോർത്ത് ഫിഗർ ആണ്. കൺക്ലൂഷൻ നോക്കിയേ. SP ആണ്. SP ഓക്കെ ആണല്ലോ. S എന്ന് പറയുന്നത് എന്താണ്? മൈനർ ടേം ആണ്. P എന്ന് പറയുന്നത് എന്താണ്? മേജർ ടേം ആണ്. P നമുക്കറിയാം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് മേജർ ടേം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ P എന്ന് കൊടുത്തിരിക്കുന്നത്. കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയിട്ട് മൈനർ ടേം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തത്? മൈനർ ടേമിന് S എന്ന് കൊടുത്തത്. മിഡിൽ ടേമിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, മിഡിൽ ടേമിന് നമ്മൾ കൊടുത്ത സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. ഓക്കെ, അപ്പൊ കൺക്ലൂഷനിൽ മാറ്റമില്ല. എപ്പോഴും കൺക്ലൂഷന്റെ സബ്ജക്ട് മൈനർ ടേമും പ്രെഡിക്കേറ്റ് മേജർ ടേമും ആണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഫിഗറിന്റെയും കൺക്ലൂഷൻ SP ആണ്, സെക്കൻഡ് ഫിഗറിന്റെയും കൺക്ലൂഷൻ SP ആണ്, തേർഡ് ഫിഗറിന്റെയും കൺക്ലൂഷൻ SP ആണ്, ഫോർത്ത് ഫിഗറിന്റെയും കൺക്ലൂഷൻ SP ആണ്. പ്രെമിസസിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. അപ്പൊ പ്രെമിസസിൽ മിഡിൽ ടേമിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ ആദ്യത്തെ പ്രെമിസിന്റെ സബ്ജക്റ്റ്, രണ്ടാമത്തെ പ്രെമിസിന്റെ പ്രെഡിക്കേറ്റും ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഫിഗർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെ പ്രെഡിക്കേറ്റ് ആയിരിക്കും മിഡിൽ ടേം. അങ്ങനെ വരുവാണെങ്കിൽ സെക്കൻഡ് ഫിഗർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആദ്യത്തെ രണ്ട് പ്രെമിസസിന്റെ സബ്ജക്റ്റ് ആയിട്ട് മിഡിൽ ടേം വരും. അങ്ങനെയാണെങ്കിൽ തേർഡ് ഫിഗർ ആണ്. അല്ലാന്നുണ്ടെങ്കിലോ ആദ്യത്തെ പ്രെമിസിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രെമിസിന്റെ സബ്ജക്റ്റ് ആയിട്ടും വരും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഫിഗർ എന്താണ്? ഫോർത്ത് ഫിഗർ ആണ്. അപ്പം മൂഡ് ആൻഡ് ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സില്ലജിസത്തിന്റെ പോർഷൻ, ഇനി നമുക്ക് ഫാലസിയും കൂടെ നോക്കാനുണ്ട്, റൂൾസ് ആൻഡ് ഫാലസീസും കൂടെ നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ.